ജോർജിയയിലേക്ക് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യാറുണ്ട്, സ്വന്തമായി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തന്നെ ട്രിപ്പുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ജോർജിയയെക്കുറിച്ച് ചെറിയൊരു ഐഡിയ, നമുക്ക് ജോർജിയയിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാനുള്ളത്, ഏതൊക്കെ സ്ഥലങ്ങളാണുള്ളത്, ടൂറിസത്തിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളുള്ള, നല്ല സീനിക് ആയിട്ടുള്ള പ്ലേസുകളുള്ള ജോർജിയ. അപ്പോൾ നമുക്ക് ജോർജിയയെക്കുറിച്ച് യാത്ര ചെയ്യുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ചെറിയ ഒരു ധാരണ ഈ രാജ്യത്തിനെ കുറിച്ചിട്ടുള്ളത് മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ജോർജിയ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ യൂറോപ്പിന്റെയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഏഷ്യയുടെയും ഭാഗത്തായിട്ടാണ്. കോക്കസസ് റീജിയൻ മൗണ്ടൻസിന്റെ ഓരത്തായിട്ടാണ് ജോർജിയ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മൗണ്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സൈഡ് വരുന്നത് ബ്ലാക്ക് സീ ആണ്, അതുകൊണ്ട് ബീച്ച് ഏരിയയും ഉണ്ട്. നൈബറിങ് കൺട്രികളായിട്ട് വരുന്നത് തുർക്കിയാണ്, ഇവിടെ തന്നെ അർമേനിയ വരുന്നുണ്ട്, ഇവിടെ നമ്മുടെ അസർബൈജാൻ, ഇവിടെ മുകളിലായിട്ട് റഷ്യ വരുന്നുണ്ട്. ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജോർജിയ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളിലുള്ള ഒരുപാട് നല്ല രസമായിട്ടുള്ള പ്ലേസുകളുണ്ട്. നമ്മൾ സാധാരണ യു എയിൽ നിന്ന് പോകുമ്പം ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ ഫ്ലൈറ്റ് ഉണ്ട്. അവിടെ നിന്നുള്ള ഫ്ലൈറ്റുകൾ ഫ്ലൈ ദുബായ് അതുപോലെ തന്നെ എയർ അറേബ്യ ഒക്കെ പോകുന്നത് നേരെ ടിബ്ലിസിയിലേക്കാണ്. അതേസമയം യു എയിൽ നിന്ന് അബുദാബിയിൽ നിന്ന് വിസ് എയർ, ബജറ്റ് എയർ ആയിരിക്കും നമ്മൾ മിക്കവാറും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. വിസ് എയർ പോകുന്നത് നേരെ കുത്തേസിയിലേക്കാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തേക്ക് പോയാലും ഇതിനനുസരിച്ചായിരിക്കണം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ പോകുന്നത് ഒരു പക്ഷേ 3 നൈറ്റോ അല്ലെങ്കിൽ 4 നൈറ്റോ മാക്സിമം പോയോ 5 നൈറ്റ്സൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് നമുക്കത് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട സംഭവങ്ങൾ, നമ്മളിപ്പോൾ കുത്തേസിയിലാണ് ഇറങ്ങുന്നത് എങ്കിൽ, കുത്തേസി എന്ന് പറയുന്നത് ഒരു ഹെറിറ്റേജ് സിറ്റിയാണ്. പുരാതനമായിട്ടുള്ള കേവ്സുകളൊക്കെ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലുണ്ട്. കുത്തേസിയിൽ നമ്മൾ യാത്ര തുടങ്ങി നേരെ മിക്കവാറും കുത്തേസിയിൽ 1 ഡേ സ്റ്റേ ചെയ്യുകയും അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ തന്നെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ കുത്തേസി പരിസര ഭാഗങ്ങളിലൊക്കെ കണ്ടുകൊണ്ട് നേരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ ടിബ്ലിസിയിലേക്കായിരിക്കും. അങ്ങനെ ടിബ്ലിസിയിലായിരിക്കും നമ്മളെ സ്റ്റേ വരുന്നുണ്ടാവുക. ഈ ടിബ്ലിസിൽ സ്റ്റേ ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ഡേ ടൂർ നടത്തും. അങ്ങനെയാണ് മിക്കപ്പോഴും സംഭവിക്കാറുള്ളത്. ടിബ്ലിസിയിൽ നിന്ന് നമുക്ക് ബുർജോമിയിലേക്ക്, അതുപോലെ ബക്രിയാനിയിലേക്ക്, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായി കാണേണ്ട സ്ഥലങ്ങൾ. അതുപോലെ സബാദുരി എന്ന് പറയുന്നത് ഒരു സ്നോ ഫോറസ്റ്റ് ഏരിയ ഉള്ളതാണ്. അത് സ്നോ ഉള്ള സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്, പക്ഷേ നല്ല രസമായിട്ടുള്ളൊരു പ്ലേസാണത്. അതുപോലെ തന്നെ ബാട്ടുമിയാണ് ഇതിൻ്റെ ബീച്ച് സൈഡ് വരുന്ന പ്ലേസ്. ജോർജിയയിൽ പോയാലും മിക്ക ആളുകളും പ്രിഫർ ചെയ്യുന്ന ഒരു ട്രിപ്പാണ് നമ്മുടെ ടിബ്ലിസിയിൽ നിന്ന് നമ്മൾ പിന്നെ പോകുന്നത് നേരെ ഗുദോരിയിലേക്ക്. ഗുദോരിയിൽ 1 ഡേ സ്റ്റേ ചെയ്യുന്നവരുണ്ടാവും, അല്ല പോയി നമ്മൾ ഡേ ട്രിപ്പ് ചെയ്ത് അവിടുത്തെ സ്ഥലങ്ങളെ കണ്ട് തിരിച്ചു വരുന്നവരുണ്ടാവും. നോർമലി ഏറ്റവും ബെറ്റർ നമ്മൾ ടിബ്ലിസിയിൽ ഒരു 3 ഡേയ്സ് ഉണ്ടെങ്കിൽ 1 ഡേ ഗുദോരി സ്റ്റേ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടിബ്ലിസിയിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് മിച്ച്കറ്റ ഉണ്ട്, ഗുദോരിയിൽ നിന്നും പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാസ്ബക്കി, ഗർഗറ്റി ട്രിനിറ്റി ചർച്ച് ഒക്കെ ഉള്ള പ്ലേസ്. നമ്മൾ ജോർജിയ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ടാവും മിക്കപ്പോഴും ഗർഗറ്റി ട്രിനിറ്റി ചർച്ച് ആയിരിക്കും. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ, ഈ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് നമുക്ക് കാണാനുള്ള മൊണാസ്ട്രികളുണ്ട്. അതുപോലെ തന്നെ റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ്സ്, ഇതിലൊക്കെ ഇപ്പോൾ ഞാൻ സ്ഥലങ്ങളുടെ പേരുകളെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഇതിനിടയിലേക്ക് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ഉൾപ്പെടുത്തും. ഏകദേശം ഒരു 10 സ്ഥലങ്ങളെയാണ് ഞാനിപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഗർഗറ്റി, കാസ്ബക്കി, ഗുദോരി, മിച്ച്കറ്റ, ടിബ്ലിസി, കക്കറ്റി. ശരിക്കും പറഞ്ഞാൽ കക്കറ്റി ജോർജിയയിലെ വൈൻ ഉൽപ്പാദനത്തിന് പ്രശസ്തമായിട്ടുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിനോട് സമീപ പ്രദേശങ്ങളിലൊക്കെ വളരെ നല്ല രസകരമായിട്ടുള്ള വൈൻ യാർഡുകളും കൃഷി പ്രദേശങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. പിന്നെ വരുന്നത് ടിബ്ലിസി എന്ന് പറയുന്നത് ഒരു ഹെറിറ്റേജ് നഗരം എന്ന് വേണമെങ്കിൽ പറയാം. വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് പൈതൃക പട്ടികയിൽപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് ടിബ്ലിസി. ബക്രിയാനിയിലും ഒക്കെ നമുക്ക് സ്നോ ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ഗദോരിയിലുള്ള സ്നോ ആക്ടിവിറ്റീസിനെക്കാട്ടി കുറെ കൂടി എക്സ്പെൻസ് കുറവുള്ള അത് നമുക്ക് ബക്രിയാനിയിൽ നമുക്ക് കിട്ടുക. കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ബക്രിയാനിലുള്ള സ്നോ ആക്ടിവിറ്റീസിൻ്റെ ഇതിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത് ബക്രിയാനിയിലെ സ്നോ ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഏകദേശം ജോർജിയയെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഐഡിയ. ഇത്തരം സ്ഥലങ്ങൾ ബാട്ടുമി, സബാദുരി, കുത്തേസി, ബൊർജോമി, ബക്രിയാനി, ടിബ്ലിസി, മിച്ച്കറ്റ, കക്കറ്റി, ഗുദോരി, കാസ്ബക്കി, ഗർഗറ്റി, ഇതൊരു പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ. ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ട്രിപ്പുകളിലൊക്കെ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചും ചെറിയൊരു ധാരണയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഏകദേശം ഒരു ഐഡിയ നമ്മുടെ രാജ്യത്തേക്ക് പോകുമ്പം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വിശദീകരണം മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.